വളരെ ബേസിക് ആയിട്ട് തുടങ്ങാം. ആദ്യം നിങ്ങൾ ഈ സിലബസ്, പഴയ സിലബസ് ആണ്, പുതിയത് വന്നിട്ടില്ലല്ലോ, എന്നാലും പഴയതൊക്കെ നമുക്ക് അറിയാം ഏതൊക്കെയാ പഠിക്കേണ്ടതെന്നുള്ളത്. അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വെച്ചോളൂ, വെറുതെ നോക്കി വെച്ചാൽ മതി. 5 മാർക്കിന്റെ ലഘുഗണിതം ഇതൊക്കെ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് 1-2 പോയിന്റുകളൊക്കെ കൂടി നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, പിന്നെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, അതുപോലെ തന്നെ ശതമാനം, ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സാധാരണ പലിശയും കൂട്ടുപലിശയും. ഇത് തന്നെയായിരിക്കും മിക്കവാറും, ഇത് തന്നെയായിരിക്കും കേട്ടോ. ഇത് തന്നെയായിരിക്കും. ഇതിലപ്പോൾ മാറ്റം വരുത്താനൊന്നും ഇല്ലല്ലോ. നമുക്കറിയാലോ കുറെ കാലമായിട്ട് PSC എന്താണ് സിലബസിൽ കൊണ്ടുവരണം എന്നുള്ളത്. ടോപ്പിക്കുകൾ ഇതൊക്കെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാത്ത കുറെ ടോപ്പിക്കുകൾ ഉണ്ടാവും അല്ലെ. നിങ്ങളിപ്പോൾ ഇതിനകത്ത് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ സ്ഥിരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. അത് ഇതിനകത്ത് വരും, അത്രേ വരുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. കാരണം ഇവിടെ കൂട്ടുപലിശ, സാധാരണ പലിശാംശ ബന്ധം, റേഷ്യോ, പ്രപ്പോർഷൻ ഉണ്ട്, സമയവും ദൂരവും ഉണ്ട്, അതുപോലെ തന്നെ സമയവും പ്രവൃത്തിയുണ്ട്, ശരാശരി കൃത്യങ്ങൾ, ജാമിതീയ രൂപങ്ങൾ, അതായത് ഏരിയ, വോളിയം, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രോഗ്രഷൻസ്. ഇത്രയും 12 ടോപ്പിക്കാണ് മെയിൻസിന്റെ സിലബസിൽ പറയുന്നത് അല്ലെ. ഇനി ഇതിനകത്ത് എന്തൊക്കെ വരാം? സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഇതിനകത്ത് വന്നിട്ടില്ല, അത് വരാം അല്ലെ. സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. വരാൻ സാധ്യതയെന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കും എന്തായാലും അല്ലെ. പിന്നെ ഈ സംഖ്യകളും അടിസ്ഥാന ക്രിയകളിലും അതിനകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ സിംപ്ലിഫിക്കേഷന്റെ കുറെ ഭാഗങ്ങളൊക്കെ, ബോർഡ് മാസ് റൂൾ, അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ അതിനകത്ത് വരുന്നതാണ്. പിന്നെ ഏതാണ് ഇതിൽ കാര്യമായിട്ട് ഒഴിവാക്കിയിട്ടുള്ളത്? ഇതിൽ സിലബസിൽ കാണാത്ത ഒരു ടോപ്പിക്ക് പറയടോ. ഏതാ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ടോപ്പിക് ഇതിനകത്ത് ഇല്ലാത്തത്? ഏതായിരിക്കും? എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് അല്ലെ. നമ്മുടെ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് ഇല്ല. പിന്നെ വേറെ ഏതാ ഇല്ലാത്ത? നോക്കി നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് ഇല്ലാത്തത്? ഞാനിവിടെ എവിടെയൊക്കെ എഴുതി വെച്ചിരുന്നു. LCM HCF അത് ഉണ്ടാവില്ല, അതില്ല ഇതിനകത്ത് അല്ലെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുള്ളൂ സിലബസിനകത്ത്. അതൊക്കെ നമുക്ക് പഠിക്കാം, അതൊക്കെ നമ്മൾ പഠിച്ചു പോകും വേണം. ഓക്കെ, യെസ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, മെന്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാ? ഏകദേശം ഒരു 10-13 ടോപ്പിക്കുകൾ വരുന്നത്. നമ്പർ സീരീസും അതുപോലെ തന്നെ ആൽഫബറ്റ് സീരീസും, പിന്നെ അതുപോലെ തന്നെ മാത്തമാറ്റിക്കൽ സൈൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ്, പിന്നെ സിമ്പിൾസ് അങ്ങോട്ട് മാറ്റി എഴുതുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത്, പിന്നെ റാങ്ക്, അതുപോലെ അനലോഗി, വേർഡും ആൽഫബറ്റ് നമ്പർ അനലോഗി ഒക്കെ ഉണ്ടാവും. ഓഡ് മാൻ ഔട്ട്, എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുമെങ്കിലും വേണ്ടേ, ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട PSCക്ക്. അതുകൊണ്ട് എപ്പോഴും ഓഡ് മാൻ ഔട്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ സംഖ്യാവലോകനം, അതുപോലെ കോഡിങ്, ഡീകോഡിങ്, പിന്നെ ഫാമിലി റിലേഷൻസ് അല്ലെ, പിന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻ, ദിശാബോധം, ഓക്കെ, അതൊക്കെ ഉണ്ടാവും. പിന്നെ ക്ലോക്കിലെ സമയവും, അതൊക്കെ അഡീഷണൽ ആയിട്ട് ടോപ്പിക്ക് എഴുതി വെച്ചിരിക്കുക കേട്ടോ. അതിനൊന്നും അത്ര നിങ്ങൾ ഇത് കൊടുക്കേണ്ട. ക്ലോക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചാൽ അതിനകത്ത് ആകെ 2 കാര്യങ്ങളല്ലേ പഠിക്കുള്ളൂ, ആംഗിളും അതുപോലെ തന്നെ ഇമേജും. പിന്നെ കലണ്ടറും തീയതിയും പഠിക്കണം. പിന്നെ ക്ലറിക്കൽ എബിലിറ്റി ചോദ്യങ്ങൾ സാധാരണ ചോദിച്ച് വായിച്ച് മനസ്സിലാക്കാവുന്ന ചോദ്യങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് തന്നെയാണ് നമ്മുടെ സിലബസിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോ അതെ, നമ്മൾ സാധാരണ പഠിക്കുന്നത് തന്നെ, വേറെ അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, അപ്പോ തുടങ്ങാം. നമ്മുടെ സംഖ്യകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഞാൻ വിചാരിച്ചു സംഖ്യ എപ്പോഴും നമ്മൾ തുടങ്ങുന്ന സംഖ്യകളിലല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. പിന്നെ സംഖ്യകൾ പഠിക്കാണ്ട് വേറെ എന്ത് പഠിച്ചിട്ട് എന്താ കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് സംഖ്യകളിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ടൈപ്പ് സംഖ്യകളാ ഉള്ളത്? ബേസിക് ആയിട്ട് ആദ്യമായിട്ട് മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ ഇതില്? ആദ്യമായിട്ട് മാത്സിന്റെ ക്ലാസ് PSCക്ക് വേണ്ടി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മാത്സിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഫസ്റ്റ് ടൈം മാത്സ് പഠിക്കുന്ന ആരെങ്കിലും, അതുപോലെ തന്നെ മാത്സ് പേടിയാണ്, അങ്ങോട്ട് ശരിയാവുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അതോ കുഴപ്പമില്ല, എനിക്ക് ഓക്കെ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് കരുതുന്ന ആളുകളാണോ കൂടുതലും? മാത്സ് ഒരുപാട് ഇഷ്ടമാണ്. ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം, വെരി ഗുഡ്. ആകെ 2 പേരെ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ പോയി? കുറെ പേരൊക്കെ ഇമോജി ഒക്കെ എടുത്തിട്ട്. ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ എടുക്കുമ്പോൾ സാധനം തല തിരിയുന്നോണ്ട് കുഴപ്പമില്ല. കുറച്ച് പേടിയാണ്. ഓക്കെ, കുഴപ്പമില്ല, പേടിക്കൊന്നും വേണ്ട. സംഭവം
നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്താണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രാക്ടീസ് ചെയ്യുക. ടൈപ്പ് ചെയ്യാൻ മടിയാ. മനസ്സിലായി. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാത്സ് പാടാണല്ലേ സുബിൻ? യെസ്, ഇഷ്ടമാണ്. ഓക്കെ, കുഴപ്പമില്ല. മാത്സ് പാടാണ്, അതുകൊണ്ട്. പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ 2 രീതിയിൽ നമ്മൾ പഠിക്കും. മാത്സ് എങ്ങനെ പഠിക്കും? ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്ന് മാത്രം നമ്മൾ പഠിക്കും, അല്ലെ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് എങ്ങനെ ചെയ്യാമെന്ന് മാത്രം പഠിക്കും. നിങ്ങൾ മിക്കവാറും എല്ലാവരും പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും, പഠിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല. അതുകൊണ്ടാണ് നമുക്കിത് പാടാവുന്നതും ഇഷ്ടമാവുന്നതും അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുന്നതും നമുക്ക് വീണ്ടും പഠിക്കേണ്ടി വരുന്നതും. മനസ്സിലായോ? നിങ്ങൾ എന്താണോ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി എന്താണോ ചെയ്യുന്നത്, അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നും കൂടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒറ്റ തവണ മാത്സ് പഠിച്ചാൽ മതി, പിന്നെ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ കോച്ചിങ്ങിനകത്തൊക്കെ ശരിക്കും നിങ്ങൾ, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ മാത്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് അതെങ്ങനെ വന്നു എന്നും കൂടെ പഠിക്കാം. അതല്ലെങ്കിൽ ആ ഒരു ഫോർമുല ആണെങ്കിൽ അത് ഷോർട്ട് കട്ട് ആണെങ്കിലും അത് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ഉപകരിക്കും. പിന്നെ അടുത്ത എക്സാം വരുമ്പോഴേക്കും നമുക്കത് വീണ്ടും പഠിക്കേണ്ടി വരും. ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ കൺസെപ്റ്റ് ആണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ പഠിക്കുന്നത് മാക്സിമം കൺസെപ്റ്റ്. ഇന്ന് ചില കേസിലൊന്നും കൺസെപ്റ്റ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരം വെളുക്കും, അല്ലെ? ഇന്ന് തുടങ്ങിയ നാളെയൊക്കെ അവസാനിക്കുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ. അങ്ങനത്തെ കേസുകളിലൊക്കെ നമുക്ക് എന്ത് പഠിക്കാം? ഇത് എങ്ങനെ ചെയ്യാം എന്ന് മാത്രം പഠിക്കാം. ഓക്കെ, മറ്റതൊക്കെ ഒരുവിധം എല്ലാം നിങ്ങൾ കൺസെപ്റ്റ് തന്നെ പഠിച്ചു പോവുക. എന്തുകൊണ്ട് അതെങ്ങനെ വന്നു എന്നുള്ളത് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാലോ. യെസ്, അപ്പൊ നോക്കുക. എണ്ണൽ സംഖ്യകൾ നിങ്ങൾക്ക് അറിയാം. എണ്ണൽ സംഖ്യകൾ നമുക്ക് സംഖ്യകൾ പഠിക്കാനുള്ളത് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എണ്ണൽ സംഖ്യകൾ പഠിക്കണം, പിന്നെ അഖണ്ഡ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ പഠിക്കണം, അഭാജ്യ സംഖ്യകൾ, ഭാജ്യ സംഖ്യകൾ ഇത്യാദി സംഖ്യകളൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണ് ഈ സംഗതി എന്നുള്ളത് എഴുതി വെച്ചോളൂ. എഴുതി വെക്കാന്ന് വെച്ചാൽ വായിച്ചു പോയാൽ മതി കേട്ടോ. അതൊന്നും നിങ്ങൾ തിയറി പോലെ എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാനിത് എല്ലാത്തിൻ്റെയും തിയറി ഇവിടെ എല്ലാ ക്ലാസ്സിലും കൊണ്ടുവരും. നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാലോ. ഓക്കെ, ആവശ്യമുള്ളത് എഴുതി വെക്കുക. നിങ്ങളിപ്പോൾ ക്ലാസ്സിലിരുന്ന് എഴുതണം എന്നില്ല, ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോയാൽ മതി കേട്ടോ. അത്യാവശ്യം വേണമെങ്കിൽ ലെക്ചർ നോട്ടൊക്കെ എഴുതി വെക്കാം. എന്താണ് എണ്ണൽ സംഖ്യകൾ? നിസർഗ സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എണ്ണാനായിട്ട് ഉപയോഗിക്കുന്ന 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന സംഖ്യ, ആ സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം. മറ്റൊരു പേര് നിസർഗ സംഖ്യകൾ എന്ന് പറയും, അല്ലെ? അതിൽ ഏറ്റവും ചെറിയ സംഖ്യ 1 ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. ഏറ്റവും വലിയ എണ്ണൽ സംഖ്യ പറയാൻ പറ്റില്ല, അതിങ്ങനെ അവസാനിക്കുക, എങ്ങനെ പൊക്കോണ്ടിരിക്കുക ചെയ്യാം, അല്ലെ? പിന്നെ 2 എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും എന്തായിരിക്കും? ഒരു എണ്ണൽ സംഖ്യ തന്നെ ആയിരിക്കും. എണ്ണൽ സംഖ്യയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. യെസ്, നിസർഗ സംഖ്യ 1, 2, 3, 4, 5 എണ്ണൽ സംഖ്യയുടെ ഒരു പ്രത്യേകതയാണ്. എന്താണ്? 2 എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും ഒരു എണ്ണൽ സംഖ്യക്ക്. 2 എണ്ണൽ സംഖ്യ കൂട്ടിയാലും, ഇപ്പോൾ 2 + 3 എന്ന് കൂട്ടിയാലും 4 × 5 എന്ന് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന സംഖ്യ 5ഉം 20ഉം ആണ്, അല്ലെ? ഇത് രണ്ടും എന്തുതന്നെയാണ്? എണ്ണൽ സംഖ്യ തന്നെയാണ്. അപ്പൊ എണ്ണൽ സംഖ്യകള് തുക ഗുണനഫലം എന്ത് തന്നെയായിരിക്കും? എണ്ണൽ സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ ഇത് കുറച്ച എണ്ണൽ സംഖ്യ കിട്ടുമോ? ഡിവൈഡ് ചെയ്ത എണ്ണൽ സംഖ്യ കിട്ടുമോ? അതൊന്നും കിട്ടൂലല്ലോ. എല്ലാ സമയത്തും കിട്ടുമോ? ഇല്ല. കിട്ടുമോ? 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ, സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ കുറയ്ക്കുകയാണെങ്കിൽ എണ്ണൽ സംഖ്യ തന്നെ കിട്ടണമെന്നില്ല എല്ലാ സമയത്തും, അല്ലെ? അതേപോലെ തന്നെ 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഒരു എണ്ണൽ സംഖ്യ തന്നെ കിട്ടണമെന്നില്ല, അല്ലെ? ഇപ്പൊ ഈ കാണുന്ന സംഖ്യകൾ തന്നെ അതിന് ഉദാഹരണമാണ്. 2 + 3 എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യയാണ്. പക്ഷെ 2 - 3 എന്ന് പറഞ്ഞാൽ എന്താ? -1. ഇത് എണ്ണൽ സംഖ്യയല്ല. എണ്ണൽ സംഖ്യ തുടങ്ങുന്നത് 1 മുതലാണ്. അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യുമ്പോഴോ 4/5 എന്നാണ് കിട്ടുക, അല്ലെ? അതും എന്തല്ല? എണ്ണൽ സംഖ്യയല്ല. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നതിന്റെയും സബ്ട്രാക്ട് ചെയ്യുന്നതിന്റെയും കാര്യം നമുക്ക് ഇവിടെ ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. അങ്ങനെ ആവുന്ന സംഖ്യകൾ ഉണ്ടാവും. തന്നെ ദശാംശ സംഖ്യക്ക് വരും. അങ്ങനെ ആവുന്ന സംഖ്യകൾ ഉണ്ടാവും. പക്ഷെ എല്ലാ സംഖ്യകളും അങ്ങനെ വരികയാണെങ്കിലേ നമ്മൾ എന്ത് പറയേണ്ടതുള്ളൂ? 2 സംഖ്യകളുടെ ഗുണനഫലം, 2 സംഖ്യകളുടെ ഡിഫറൻസ്, 2 സംഖ്യകൾ എണ്ണൽ സംഖ്യകൾ തമ്മിൽ കുറച്ചാൽ ഒരു എണ്ണൽ സംഖ്യ കിട്ടും എന്നും 2 എണ്ണൽ സംഖ്യകൾ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ ഒരു എണ്ണൽ സംഖ്യ കിട്ടും എന്നും പറയേണ്ടുള്ളൂ. അപ്പൊ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തുകയും ഗുണനഫലവും എണ്ണൽ സംഖ്യ ആയിരിക്കും എന്ന് പഠിച്ചു വയ്ക്കാം. പിന്നെ എണ്ണൽ സംഖ്യയെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എണ്ണൽ സംഖ്യയുടെ തുക, എണ്ണൽ സംഖ്യയുടെ ആവറേജ്,
അല്ലെ? അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് എണ്ണൽ സംഖ്യ ബേസ് ചെയ്തിട്ട് പറയാനുണ്ട്, പഠിക്കാനുണ്ട്, വഴി പഠിക്കാൻ നമുക്ക്. അടുത്ത നോക്കൂ, അഖണ്ഡ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ് എന്ന് പറയും അല്ലെ. എണ്ണൽ സംഖ്യയുടെ കൂടെ ആരെയും കൂടെ നമ്മൾ കൂട്ടും? പൂജ്യത്തിനെയും കൂടെ ആഡ് ചെയ്യും. എണ്ണൽ സംഖ്യയുടെ കൂടെ പൂജ്യത്തിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ കിട്ടുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ? അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാം. സ്ഥിരമായിട്ട് അഖണ്ഡ സംഖ്യകൾ ബേസ് ചെയ്തിട്ട് PSC തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യം എന്താ? എത്ര പേർക്ക് ഓർമ്മയുണ്ട്? സാധാരണ PSC അഖണ്ഡ സംഖ്യകൾ ബേസ് ചെയ്തിട്ട് സ്ഥിരമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഓർമ്മയുണ്ടോ? ആദ്യത്തെ 100, 1000, 10000 അങ്ങനെ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അല്ലെ. അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, ആദ്യത്തെ 100 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, അല്ലെങ്കിൽ 1000 അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം, ഇത് സ്ഥിരമായിട്ട് PSC ചോദിക്കാറുള്ളതാ. അഖണ്ഡ സംഖ്യകളിൽ ആര് തുടങ്ങും? 0 തുടങ്ങും അല്ലെ. 0 തുടങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് 0 ഇൻറ്റു, ഇനി ഇതിന്റെ അപ്പുറത്ത് ആരെ എഴുതിയാലും ഇതെന്താ? 0. അപ്പൊ അഖണ്ഡ സംഖ്യകളുടെ ഗുണനഫലം ആദ്യത്തെ എന്ന് പറയും കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണേ. ആദ്യത്തെ എന്ന് പറയും. ആദ്യത്തെ എത്ര അഖണ്ഡ സംഖ്യകളാണെങ്കിലും അതിന്റെ ഗുണനഫലം എപ്പോഴും എന്താണ്? 0. ഇത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അത് സാധാരണ PSC ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പൊ അഖണ്ഡ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 0, 1, 2, 3, 4 എന്നീ സംഖ്യകളെയാണ് നമ്മൾ അഖണ്ഡ സംഖ്യകൾ എന്ന് പറയാ. എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൂടെ ചേർത്താൽ അതെന്തായി? അഖണ്ഡ സംഖ്യ, ഹോൾ നമ്പേഴ്സ് ആയി. ഓക്കെ, മലയാളവും ഇംഗ്ലീഷും പഠിച്ചു വെച്ചോളൂ കേട്ടോ. ചിലപ്പോ ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ, എന്നാലും അഖണ്ഡ സംഖ്യയൊക്കെ ഇംഗ്ലീഷിൽ ചോദിക്കാറില്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടാവുന്നത്. 4. അപ്പൊ നമുക്ക് അടുത്ത സംഖ്യ ഈവൻ നമ്പേഴ്സ് ആണ്, ഇരട്ട സംഖ്യകൾ നമ്മൾ പറയും. എന്താണ് ഇരട്ട സംഖ്യകൾ? എല്ലാവർക്കും അറിയാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ അല്ലെ. പ്രത്യേകിച്ച് ഒന്നും നമ്മൾ പഠിക്കാനില്ല. 2, 4, 6, 8 അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ? ഇരട്ട സംഖ്യകൾ എന്ന് പറയാം. ഇത് എണ്ണൽ സംഖ്യകൾ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ 2 മുതൽ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങുന്നത്. എണ്ണൽ സംഖ്യകളിൽ ഇരട്ട സംഖ്യകളാണ് നമ്മൾ പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ് 2 മുതൽ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇനി അത് അല്ലാതെ നെഗറ്റീവ് നമ്പറുകളൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് നമ്പറിലും എന്തുണ്ട്? ഇരട്ട സംഖ്യ ഉണ്ട് അല്ലെ. 0നെ നമ്മൾ ഇരട്ട സംഖ്യയായിട്ടാണ് കൺസിഡർ ചെയ്യാം. 0നെ നമ്മൾ ഇരട്ട സംഖ്യയായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേപോലെ ഇവിടെ എണ്ണൽ സംഖ്യകൾ 1 മുതൽ എന്നുള്ള നമ്പർ പറഞ്ഞതുകൊണ്ടാണ് ഈവൻ നമ്പർ പറഞ്ഞപ്പോൾ 2, 4, 6, 8 എന്ന് നമ്മൾ പറഞ്ഞത്. 2, 4, 6, 8 എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഇങ്ങനത്തെ സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യകൾ എന്ന് പറയുക. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിജർ തന്നെ കിട്ടും അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് എന്ത്? ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ആയിട്ടുള്ള എണ്ണൽ സംഖ്യ എന്ന് പറയണം കേട്ടോ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവേ. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ആയിട്ടുള്ള എണ്ണൽ സംഖ്യ 2 ആണ് അല്ലെ. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ആയിട്ടുള്ള എണ്ണൽ സംഖ്യ 2 ആണ്. ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ ആയിട്ടുള്ള എണ്ണൽ സംഖ്യ 2 ആണ്. ഇനി നേരത്തെ നമ്മൾ പഠിച്ച, യെസ് കറക്റ്റ് ആണ്, നിങ്ങൾ കമന്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ച പോലെ തന്നെ 2 ഇരട്ട സംഖ്യകളുടെ തുകയും 2 ഇരട്ട സംഖ്യകളുടെ ഗുണനഫലവും എന്തായിരിക്കും? ഒരു ഇരട്ട സംഖ്യ ആയിരിക്കും. 2 × 4 2 + 6 എന്ത് തന്നെയാണ്? ഇരട്ട സംഖ്യ തന്നെയാണ്. അത് 8 എന്ന് കിട്ടും, ഇതും 8 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഗുണനഫലവും അതെ, തുകയും അതെ, എന്തായിരിക്കും? ഇരട്ട സംഖ്യ ആയിരിക്കും. ഡിഫറൻസ് ഇരട്ട സംഖ്യ ആണ്, പക്ഷെ അതിൽ നെഗറ്റീവ് നമ്പർ വരുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രം അല്ലെ. ഈവൻ നമ്പർ, 2 ഇരട്ട സംഖ്യകളുടെ ഡിഫറൻസ് എന്തായിരിക്കും? ഇരട്ട സംഖ്യ തന്നെയാണ് വരിക അല്ലെ. പക്ഷെ നെഗറ്റീവ് വരുന്നതുകൊണ്ട് നമ്മൾ അത് ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രം. ഓക്കെ, നെഗറ്റീവ് സംഖ്യകൾ വരുന്ന കേസിൽ നമുക്കത് ഉൾപ്പെടുത്താം. ഡിവിഷൻ അത് പറയാൻ പറ്റൂല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ, ഈവൻ നമ്പേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്കൂൾ പഠിച്ച അന്ന് മുതൽ നമുക്ക് ഇരട്ട സംഖ്യ ഒറ്റ സംഖ്യ ഒക്കെ അറിയാം അല്ലേ. അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ. ഇതൊക്കെയാണോ പഠിക്കണത്, ഇതൊക്കെയാണ് ഇയാൾ വലിയ കാര്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതെന്ന് വിചാരിക്കരുത് നിങ്ങൾ. ഇതൊക്കെ വെറുതെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അല്ലാണ്ട് നമ്മൾ ആദ്യം മുതൽ തന്നെ വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങിയാലോ, അതുകൊണ്ടാണ് അല്ലെ. ഇതൊക്കെ ഞാൻ പിന്നെ പറയേണ്ടി വരും. അപ്പോൾ ഒറ്റ സംഖ്യകൾ നോക്കുക. ഇരട്ട സംഖ്യകൾ കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സംഖ്യകൾ നോക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് കമന്റ് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാട്ടോ.
ഇനി ആർക്കെങ്കിലും വോയിസ് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലേ, റൈസ് എ ഹാൻഡ് ഓപ്ഷൻ ഇല്ലേ, അതും വേണമെങ്കിൽ ചെയ്യാട്ടോ. അതിലൊന്നും ബുദ്ധിമുട്ടില്ല. അത്യാവശ്യമാണ്, ടൈപ്പ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, സംശയം ചോദിക്കണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കാം. ഓക്കെ, ഒറ്റ സംഖ്യകൾ എന്താണ്? 1, 3, 5, 7 അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. 2 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ, നിശേഷം 2 കൊണ്ട് ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? ഒറ്റ സംഖ്യകൾ എന്ന് പറയാം. 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്ത സംഖ്യകളെയാണ് എന്ത് പറയാ? ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഒറ്റ സംഖ്യകളുടെ 2 ഒറ്റ സംഖ്യകളുടെ തുക എന്തായിരിക്കുള്ളൂ? 1 + 5 എന്ത് വരും? 6 വരും അല്ലെ? 3 + 7 10 വരും. അപ്പൊ ശ്രദ്ധിക്കണേ, 2 ഒറ്റ സംഖ്യകളുടെ തുക ഒരു ഇരട്ട സംഖ്യയും 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം ഒരൊറ്റ സംഖ്യയുമായിരിക്കും. 3 × 5 എന്താ വരിക? 15 വരിക അല്ലെ? 3 × 7 എന്താ വരിക? 21 വരിക. ഗുണനഫലം എപ്പോഴും ഒറ്റ സംഖ്യയും കൂട്ടിയ കിട്ടുന്നത് തുക എപ്പോഴും ഇരട്ട സംഖ്യയായിരിക്കും കേട്ടോ. ഓർത്ത് വെച്ചോളൂ, ഗുണനഫലം എപ്പോഴും ഒറ്റ സംഖ്യയും 2 ഒറ്റ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ ഒരു ഇരട്ട സംഖ്യയാണ് കിട്ടുക. അപ്പൊ അത് ശ്രദ്ധിക്കണേ നിങ്ങൾ. 2 ഇരട്ട സംഖ്യകൾ കൂട്ടിയാലും 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാലും നമുക്ക് എന്താ കിട്ടാം? ഇരട്ട സംഖ്യ തന്നെയാണ് കിട്ടുക അല്ലെ? 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാലും 2 ഇരട്ട സംഖ്യകൾ കൂട്ടിയാലും നമുക്ക് കിട്ടുന്നത് ഇരട്ട സംഖ്യ തന്നെയാണ് അല്ലെ? ഈവൻ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുക. പക്ഷെ ഒരൊറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും കൂടെ കൂട്ടിയാലോ? ഒരൊറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും കൂടെ കൂട്ടിയാലോ? അപ്പൊ എന്തായിരിക്കും നമുക്ക് കിട്ടുക? അപ്പൊ 3 + 6 എന്ത് കിട്ടും? 9 എന്ന് കിട്ടും അല്ലെ? 2 + 5 7 എന്ന് കിട്ടും അല്ലെ? 8 + 3 11 എന്ന് കിട്ടും. അപ്പൊ എന്താ കിട്ടുക നമുക്ക്? ഒറ്റ സംഖ്യ കിട്ടുക. ഗുണനഫലം ഒറ്റ സംഖ്യയും തുക ഇരട്ട സംഖ്യയാണ്. ഇനി ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ഒറ്റ സംഖ്യയാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോളൂ. 2 ഇരട്ട സംഖ്യകളുടെ തുകയും 2 ഒറ്റ സംഖ്യകളുടെ തുകയും ഇരട്ട സംഖ്യ തന്നെ ആയിരിക്കും. കൂട്ടിയാൽ ഒറ്റ സംഖ്യ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുന്ന നമ്പറിൽ ഒന്ന് ഒറ്റ സംഖ്യ ആയിരിക്കണം, ഒന്ന് ഇരട്ട സംഖ്യ ആയിരിക്കണം. ഒറ്റ സംഖ്യ തുകയായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുന്ന ഒരു സംഖ്യ ഒറ്റ സംഖ്യയും ഒരു സംഖ്യ ഇരട്ട സംഖ്യയും ആയിരിക്കണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അടുത്ത നോക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമാണ്. ഒരുപാട് ചോദ്യങ്ങളിൽ നമ്മൾ കാണുന്ന, സ്ഥിരമായിട്ട് കാണുന്ന, അതന്നെ ഓഡ് പ്ലസ് ഈവൻ ഓഡാണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ്. അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ്. എന്താണ് അഭാജ്യ സംഖ്യകൾ? ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും ആ സംഖ്യയും മാത്രം വന്നാൽ അതിനെ നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയും അല്ലെ? അതായത് ഒരു സംഖ്യയെ ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? അഭാജ്യ സംഖ്യ എന്ന് പറയും. ഒരു സംഖ്യയെ ഒന്നുകൊണ്ട് എല്ലാ സംഖ്യനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെ? അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ട് ഒരു സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സംഖ്യ അതേ സംഖ്യ തന്നെ ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ 3 എന്ന് പറഞ്ഞ സംഖ്യ എടുത്തു. 3നെ നമുക്ക് 3 കൊണ്ടല്ലാതെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ? 1 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. 11 എടുത്തു. 11നെ 1 കൊണ്ടും 11 കൊണ്ടുമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സംഖ്യകൾ കൊണ്ടൊന്നും 11നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരേ ആ സംഖ്യ കൊണ്ട് മാത്രം, ഒന്നുകൊണ്ടും അല്ലെങ്കിൽ ആ സംഖ്യ കൊണ്ട് മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. അഭാജ്യ സംഖ്യകൾ നമ്മൾ എഴുതുമ്പോൾ എവിടെ നിന്ന് തുടങ്ങും? 2 മുതൽ തുടങ്ങും. 2, 3, 5, 7, 11, 13, 17 അല്ലെ? അങ്ങനെ എഴുതി നമുക്ക് പോകാം. ഈ സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു മെയിൻസ് പരീക്ഷയുടെ ചോദ്യമായിരുന്നു, അഭാജ്യ സംഖ്യ അല്ലാത്ത എല്ലാ എണ്ണൽ സംഖ്യകളും ഭാജ്യ സംഖ്യകളാണ്. ശരിയാണോ തെറ്റാണോ? അഭാജ്യ സംഖ്യകളല്ലാത്ത എല്ലാ എണ്ണൽ സംഖ്യകളും ഭാജ്യ സംഖ്യകളാണ്. ശരിയാണോ തെറ്റാണോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ് നമ്മൾ അല്ലെ? നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അഭാജ്യ സംഖ്യകളല്ലാത്ത എല്ലാ എണ്ണൽ സംഖ്യകളും ഭാജ്യ സംഖ്യകളാണ്. ശരിയാണോ തെറ്റാണോ?
ഇതൊക്കെ എവിടെ നിന്നാണ് ഇയാൾ ഈ ക്വസ്റ്റ്യൻ കൊണ്ടുവരുന്നത് അല്ലേ? അങ്ങനെയൊന്നും അല്ല കേട്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന ക്വസ്റ്റ്യനാണ്. അഭാജ്യ സംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളും ഭാജ്യസംഖ്യകളാണ് എന്ന് പഠിച്ചു വെക്കരുത്. അവിടെ ആരുണ്ട് വില്ലനായിട്ട്? ഒന്നുണ്ട്. ട്രൂ അല്ലടോ, തെറ്റാണ്. ട്രൂ അല്ല, തെറ്റാണ്. എന്താ അഭാജ്യസംഖ്യ? ഭാജ്യസംഖ്യ എന്ന് ഞാൻ പറയാട്ടോ, കോമ്പോസിറ്റ് നമ്പർ ആണ് ഭാജ്യസംഖ്യ. ഓക്കെ, കോമ്പോസിറ്റ് നമ്പർ ആണ് നമ്മൾ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ആരുണ്ട്? ഒന്നുണ്ട്. ഒന്ന് ഈ പറഞ്ഞ രണ്ടിലും പെടില്ല. ഒന്ന് ഭാജ്യവുമല്ല അഭാജ്യവുമല്ല. ഓക്കെ, അതുകൊണ്ട് അത് തെറ്റായിരുന്നു ആ സ്റ്റേറ്റ്മെന്റ്. കുറെ പേര് അത് ശരിയാണെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് തെറ്റായിരുന്നു കേട്ടോ ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഓർക്കണേ, മറക്കരുത്. അത് നമുക്ക് വഴിയെ പറയാം. ഇപ്പോ എന്താണ് അഭാജ്യസംഖ്യ എന്ന് കിട്ടിയല്ലോ. ഒരു സംഖ്യ കൊണ്ട്, ഒന്നുകൊണ്ടും ആ സംഖ്യ കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണേ ഈ കാണുന്നതെല്ലാം. ഇതല്ലാണ്ട് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് പറയാം. ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏതാ? ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ് അല്ലെ? അഭാജ്യ സംഖ്യകൾ തുടങ്ങുന്നത് 2-ലാണ്. ഇനി ഒരേ ഒരു ഇരട്ട സംഖ്യ ആയിട്ടുള്ള അഭാജ്യ സംഖ്യ മാത്രമേ ഉള്ളൂ, അതും ആരാണ്? 2 ആണ് അല്ലെ? ഒരേ ഒരു ഇരട്ട സംഖ്യ ആയിട്ടുള്ള അഭാജ്യ സംഖ്യ 2 മാത്രമാണ്. ഓക്കെ, ഒരേ ഒരു അഭാജ്യ സംഖ്യ ഇരട്ട സംഖ്യ ആയിട്ടുണ്ടെങ്കിൽ അത് 2 മാത്രമാണ്. ഇനി 100-ന് താഴെ അഭാജ്യ സംഖ്യകൾ 25 എണ്ണം ഉണ്ട്. 50-ന് താഴെ അഭാജ്യ സംഖ്യകൾ 15 എണ്ണം ഉണ്ട്. ഇതൊക്കെ PSC ചോദിച്ചതാണേ. അങ്ങനെയാണെങ്കിൽ 50-നും 100-നും ഇടയ്ക്ക് എത്ര എണ്ണം ഉണ്ടാവും? 10 എണ്ണം ഉണ്ടാവും. 50-നും 100-നും ഇടയിൽ 10 എണ്ണം ഉണ്ട്. നമുക്ക് ആ കോഡൊക്കെ വെച്ച് പഠിക്കാം, ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് പഠിക്കണം, ആ കോഡും നമ്മൾ പഠിക്കണം. പക്ഷെ ഇതൊക്കെ PSC ചോദിച്ച ചോദ്യങ്ങളായതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചതാണ്. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മുമ്പ്, അപ്പൊ ചോദിക്കാം. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ 2 ആണ്. ഇരട്ട സംഖ്യയായ ഒരേ ഒരു അഭാജ്യ സംഖ്യ അത് 2 ആണ്. 100-ന് താഴെ 25 അഭാജ്യ സംഖ്യകളാണ്. 2 മുതൽ അങ്ങോട്ട് 97 വരെ എത്ര അഭാജ്യ സംഖ്യകളാണുള്ളത്? 25 അഭാജ്യ സംഖ്യകളാണുള്ളത്. അതിൽ 50-ന് താഴെ 15 എണ്ണവും 50-നും 100-നും ഇടയിൽ 10 എണ്ണവുമാണ് ഉള്ളത്. ഓക്കെ, ഓർത്തു വെച്ചോളൂ. യെസ്, ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്നതാണ്. നമുക്ക് കോഡൊക്കെ ഉണ്ട്, ആ കോഡൊക്കെ വെച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ കാണുന്നതാണ് 100-ന് താഴെയുള്ള 25 അഭാജ്യ സംഖ്യകൾ. 100-ന് താഴെയുള്ള 25 അഭാജ്യ സംഖ്യകൾ ഇതാണ്. സ്പീഡൊക്കെ കൂടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഇവിടെ എന്തും സ്വീകരിക്കുന്നതാണ്. ഓക്കെ, എന്തും സ്വീകരിക്കുന്നതാണ്. സാധാരണ എൻ്റെ ക്ലാസ്സിലുള്ള ആൾക്കാർ പറയാറുള്ളത് ഞാനിങ്ങനെ ഒന്നും വർത്താനം പറയാണ്ട് ബലം പിടിച്ചിരുന്ന് ക്ലാസ് എടുക്കുന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി പറയും. ഓക്കെ, ഓക്കെയാണ്. യെസ്, ബലം പിടിച്ചിരുന്ന് ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ? നമുക്ക് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ, സ്പീഡ് കൂടുതലാവുകയോ സംശയങ്ങളോ, പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ ആ ഒരു സ്പിരിറ്റിലേ എടുക്കുള്ളൂ. നിങ്ങൾക്ക് എന്തും പറയാം ഇവിടെ. അപ്പൊ നോക്കൂ, ഏതൊക്കെയാണ് അഭാജ്യ സംഖ്യകൾ 100-ന് താഴെ? യെസ്, 2, 3, 5, 7 ആണ് 10-ന് താഴെ വരുന്നത്. 11, 13, 17, 19 ആണ് 20-ന് താഴെ വരുന്നത് 10-ന്റെ ഇടയിൽ. പിന്നെ 23-ഉം 29-ഉം ആണ് 20-നും 30-നും ഇടയിലുള്ളത്. 31-ഉം 37-ഉം 41-ഉം 43-ഉം 47-ഉം 53-ഉം 59-ഉം 61-ഉം 67-ഉം 71, 73, 79, 83, 89, 97. ഇത്രയും സംഖ്യകളാണ് 25 അഭാജ്യ സംഖ്യകൾ 100-ന് താഴെ. ഇത് 4 എണ്ണം അല്ലെ? പിന്നെ ഇവിടെ 4 എണ്ണം. ഇത് 2, ഇത് 2, ഇത് 3, 2, 2, 3, 2, 1. ഈ ഒരു കോഡാണ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവുക. ഇത് പല രീതിയിൽ ഫോൺ നമ്പറൊക്കെ പഠിക്കുന്ന പോലെ പഠിച്ചു വെക്കാം. 44, 22, 32, 23, 21 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിച്ചു വെക്കാം കേട്ടോ. ഈ സംഖ്യ വെറുതെ പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. എന്ത് വേണം? ഇതെന്താണെന്നുള്ളതും കൂടെ അറിയണം. ആദ്യത്തേത് 10-ന്റെ താഴെ വരുന്നത്, പിന്നെ അടുത്തത് 10-നും 20-നും ഇടയിൽ, 20-നും 30-നും 30-നും 40-നും അങ്ങനെയാണ് വരുന്നത് അല്ലെ? അപ്പൊ 44, 22, 322, 321. ഓക്കെ, ആ ഒരു കോഡ് ഓർത്ത് വെച്ചോളൂ. ഈ കോഡിൽ കൂടുതലായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്, ഇത് കോഡ് മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന, അല്ലെങ്കിൽ 25 എണ്ണം മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. ഇതിൽ കൂടുതലായിട്ട് ചോദിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാ? സാധാരണ രീതിയിൽ ചോദിക്കാറുള്ളത് 3 അക്ക സംഖ്യ ആയിട്ടുള്ള ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ.
മൂന്നക്ക സംഖ്യയായിട്ടുള്ള ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ചോദിക്കും. മൂന്നക്ക സംഖ്യയായിട്ടുള്ള ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ. റീസെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു, വിച്ച് ഓഫ് ദ ഫോളോയിങ്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് അഭാജ്യ സംഖ്യ, അല്ലെ? അഭാജ്യ സംഖ്യ അല്ലാത്തത്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ കണ്ടതാ. ഏറ്റവും ചെറിയ മൂന്നക്ക അഭാജ്യ സംഖ്യ ഏതാണോ പറഞ്ഞേ? ഏറ്റവും ചെറിയ മൂന്നക്ക അഭാജ്യ സംഖ്യ യെസ് 103 അല്ല, 101. ഇതാണ് നമുക്ക് എല്ലാവർക്കും തെറ്റുന്നത്. 101 കേട്ടോ. ഏറ്റവും ചെറിയ മൂന്നക്ക അഭാജ്യ സംഖ്യ 101 കേട്ടോ. പഠിച്ചു വെച്ചോളൂ. 101 ഏറ്റവും ചെറിയ മൂന്നക്ക അഭാജ്യ സംഖ്യ. ഓക്കെ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. പഠിച്ചു വെക്കാൻ. 103 അഭാജ്യ സംഖ്യ ആണോ? ആണ്. 103 അഭാജ്യ സംഖ്യയാണ്. പിന്നെ അടുത്തത് ഏതാ അഭാജ്യ സംഖ്യ? 101 103 കഴിഞ്ഞാല് വേറെയും രണ്ടാളുകളും കൂടെ ഉണ്ട് 110 താഴെ. ഏതൊക്കെയാണ്? വേറെയും രണ്ടാളുകളും കൂടെ ഉണ്ട് 110 താഴെ. ഏതൊക്കെയാണ്? 110 താഴെ വേറെ ആരൊക്കെ ഉണ്ട്? 107 ഉണ്ട്, 109 ഉണ്ട്. 107ഉം 109ഉം അഭാജ്യ സംഖ്യകളാണ് കേട്ടോ. ഓർത്ത് വെച്ചോളൂ. മൂന്നക്ക അഭാജ്യ സംഖ്യകള് ഏറ്റവും ചെറുത് 101, പിന്നെ 103, 107, 109. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തൊട്ടടുത്ത അഭാജ്യ സംഖ്യ ഏതാണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എല്ലാം ഇരുന്ന് പഠിക്കണ്ടേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. തൊട്ടടുത്ത അഭാജ്യ സംഖ്യ ഏതാ? തൊട്ടടുത്ത അഭാജ്യ സംഖ്യ 109 കഴിഞ്ഞിട്ട് അടുത്തത് 109 കഴിഞ്ഞിട്ട് അടുത്തത് യെസ് 113 കേട്ടോ. 113. അതും കൂടെ പഠിച്ചോളൂ. 113 അടുത്ത അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യകൾ, മൂന്നക്ക അഭാജ്യ സംഖ്യകൾ ഇമ്പോർട്ടന്റ് ആണ്. സാധാരണ ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ഓക്കെ, അഭാജ്യ സംഖ്യകൾ ഓക്കെ ആണെന്ന് വിചാരിക്കണം. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഭാജ്യ സംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്നുള്ളതാണ്. ഭാജ്യ സംഖ്യകൾ, കോമ്പോസിറ്റ് നമ്പേഴ്സ്, അതായത് ഒന്നിന് മുകളിലുള്ള അഭാജ്യ സംഖ്യകളല്ലാത്ത എല്ലാ സംഖ്യകളെയും നമ്മൾ ഭാജ്യ സംഖ്യകൾ എന്നാണ് പറയുക. പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒന്നിന് മുകളിലുള്ള അഭാജ്യ സംഖ്യ അല്ലാത്ത എല്ലാ സംഖ്യകളെയും നമ്മൾ എന്ത് പറയും? ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളെയാണ് നമ്മൾ ഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ ഘടകങ്ങളുള്ള, അതായത് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ ഒന്നും ആ സംഖ്യയും മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയും. ഒന്നിൽ കൂടുതൽ സംഖ്യകളെ കൊണ്ട് നമുക്ക് ആ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള, ഒന്നും ആ സംഖ്യയും കൂടാതെ മറ്റ് ഘടകങ്ങളും ഉള്ള സംഖ്യകളെ നമ്മൾ എന്ത് പറയും? ഭാജ്യ സംഖ്യകൾ എന്ന് പറയും. പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4 ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ ഏതാണ്? 4. ഓക്കെ, ഏറ്റവും ചെറിയ ഭാജ്യ സംഖ്യ 4. ഇതിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചോളൂ കേട്ടോ. PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യ സംഖ്യ ഏതാണ്? ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യ സംഖ്യ ഏതാണ്? ആദ്യമേ 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ 1 പോയി മാർക്ക് ചെയ്യും. അങ്ങനെ മാർക്ക് ചെയ്യരുത്. 1 ഭാജ്യ സംഖ്യ അല്ല. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യ സംഖ്യ, ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യ സംഖ്യ ഏതാണോ? 9 കേട്ടോ. ഭാജ്യസംഖ്യകൾ 9. 9 കഴിഞ്ഞാൽ പിന്നെ 5 ഇല്ല, 6, 7 ഇല്ല, 8. ഇതൊക്കെ എന്താണ്? ഇരട്ട സംഖ്യകളാണ്. ഇനിയാണ് ഒരു ഭാജ്യസംഖ്യ വരുന്നത് ഒറ്റ സംഖ്യയായിട്ട്. അത് 9 കേട്ടോ. അപ്പൊ 4, 6, 8 പിന്നെ വരുന്നത് 9. അപ്പൊ 9 ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യസംഖ്യ. പഠിച്ചു വെച്ചോളൂ. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യസംഖ്യ ആരാണ്? 9. ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് ചോദിച്ചാൽ 4 കേട്ടോ. 1 ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ 4. ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ആയിട്ടുള്ള ഭാജ്യസംഖ്യ 9. യെസ്, മാറിപ്പോരുത്. കോമ്പോസിറ്റ് നമ്പർ ആൻഡ് പ്രൈം നമ്പർ, ഇത് രണ്ടും കൃത്യമായിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക. ഇനി പ്രൈം നമ്പർ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം കേട്ടോ. നമുക്ക് ഡിവിഷനിലൊക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കാം. എളുപ്പ വഴികളൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ വേറൊരു സംശയം കൂടെ ചോദിക്കട്ടെ. ഞാൻ ഈ 11ന്റെ പ്രത്യേകത എന്താ?
11ന്റെ പ്രത്യേകത എന്താ? 11ന്റെ പ്രത്യേകത ഭാജ്യ അഭാജ്യ സംഖ്യ നമ്മൾ പറഞ്ഞു. 11ന്റെ പ്രത്യേകത എന്താ? 11ന്റെ പ്രത്യേകത എന്താ? ഇതൊക്കെ PSC ചോദ്യങ്ങളാണ് കേട്ടോ. പഴയതും പുതിയതുമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. 11ന്റെ പ്രത്യേകത എന്താ? 11ന്റെ പ്രത്യേകത അഭാജ്യ സംഖ്യയാണ്, നമുക്കറിയാം. അതല്ലാതെ എന്താ പ്രത്യേകത എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അഭാജ്യ സംഖ്യയാണ്, അത് നമുക്കറിയാം. അതല്ലാതെ മറ്റെന്ത് പ്രത്യേകത പറയാൻ പറ്റും? ഇപ്പൊ ഇതുപോലെ ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് എന്നൊക്കെ പറയുമ്പോൾ അതന്നെ ഏറ്റവും ചെറിയ രണ്ടക്ക അഭാജ്യ സംഖ്യ. ശ്രദ്ധിക്കണേ, ഏറ്റവും ചെറിയ രണ്ടക്ക അഭാജ്യ സംഖ്യ. ഏറ്റവും ചെറിയ രണ്ടക്ക അഭാജ്യ സംഖ്യയാണ് ആര്? അതെ, രണ്ടക്ക ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് 11. ഇതും ചോദിച്ചതാണ് PSC. ഓക്കെ, അപ്പോ ഒരു സംഖ്യകൾ പറയുമ്പോൾ തന്നെ എത്ര ക്വസ്റ്റ്യനാ വരുന്നത് നോക്കിയേ. ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളായിട്ട് വരും കേട്ടോ. സംഖ്യകളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ഉണ്ടാക്കാനിരുന്നാൽ ഇഷ്ടം പോലെ കിട്ടും നമുക്ക് അല്ലേ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത്രയാണ് കോമ്പോസിറ്റ് പ്രൈം നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് സാധാരണ ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുള്ളതാണ്, 1-2 സംഖ്യകളുണ്ട്. ആ സംഖ്യകളും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് അറിയുണ്ടാവും ഗൂഗോൾ അല്ലെ. എന്താണ് ഗൂഗോൾ എന്ന് പറയുന്നത്? 1-ന് ശേഷം 100 പൂജ്യം വരുന്ന സംഖ്യകളെയാണ് നമ്മൾ ഗൂഗോൾ എന്ന് പറയുക. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ചോദ്യങ്ങൾ അവിടുന്ന് എടുക്കുന്ന, സ്ഥിരമായിട്ട് അവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് അറിയാലോ. അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 1-ന് ശേഷം 100 പൂജ്യം വരുന്ന സംഖ്യയെ നമ്മൾ പറയും ഗൂഗോൾ അല്ലെ. ഗൂഗോൾ. എഡ്വേർഡ് കാനർ ആണ് ഇത് കണ്ടുപിടിച്ചത് കേട്ടോ. എഡ്വേർഡ് കാനർ ആണ് ഈ ഒരു ഗൂഗോൾ എന്നുള്ള പേര് കൊടുത്തത്. കണ്ടുപിടിച്ചതല്ല, ഗൂഗോൾ എന്നുള്ള പേര് കൊടുത്തത് എഡ്വേർഡ് കാനർ ആണ്. ഓർത്ത് വെച്ചോളൂ, ഗൂഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 1-ന് ശേഷം 100 പൂജ്യം വരുന്ന സംഖ്യയാണ് നമ്മൾ ഗൂഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തത് ഇരുവഴി സംഖ്യകൾ അല്ലെങ്കിൽ സമമിത സംഖ്യകൾ, അല്ലെങ്കിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേര് പാലിയൻഡ്രോമിക് നമ്പേഴ്സ് അല്ലെ. പാലിയൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും നമ്മൾ. എന്താണ്? ഇവിടുന്ന് അങ്ങടും അവിടെ നിങ്ങടും ഒരേപോലെ പറയാൻ പറ്റുന്ന സംഖ്യ. ഗൂഗിൾ അതന്നെ. ഇവിടുന്ന് അങ്ങടും അവിടെ നിങ്ങടും പറയാൻ പറ്റുന്ന സംഖ്യയാണ് എന്ത്? പാലിയൻഡ്രോമിക് നമ്പർ. ഇരുവഴി സംഖ്യകൾ എന്ന് മലയാളത്തിൽ പറയും. അത് പഠിച്ചു വെച്ചോളൂ. പാലിയൻഡ്രോമിക് നമ്പേഴ്സ്, ഇരുവഴി സംഖ്യകൾ. അതിന് മറ്റൊരു പേരാണ് സമമിത സംഖ്യകൾ. സമമിത സംഖ്യകൾ എന്ന് പറയും. ഇപ്പൊ 121 എന്താണ്? 121 ഒരു പാലിയൻഡ്രോമിക് നമ്പർ ആണ് അല്ലെ. 121 1 2 1 അവിടെ നിങ്ങോട്ട് പറഞ്ഞാലും 1 2 1 അല്ലെ. പിന്നെ 3 6 8 6 3 3 6 8 6 3 ഇവിടുന്ന് അങ്ങോട്ട് വായിച്ചാലും അവിടെ നിങ്ങോട്ട് വായിച്ചാലും സംഖ്യ ഒന്നാണ് അല്ലെ. ഇങ്ങനത്തെ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയാ? ഇങ്ങനത്തെ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാലിയൻഡ്രോമിക് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതന്നെ, മലയാളം പോലെ അതന്നെ, മലയാളം ഒക്കെ പോലെ ആണ് ഈ സംഖ്യകൾ. ഓക്കെ, ഇരുവഴി സംഖ്യകൾ. പേര് മലയാളം പേര് പഠിച്ചു വെക്കട്ടോ. മലയാളം പേരും പഠിച്ചു വെക്കുക. പാലിയൻഡ്രോമിക് നമ്പേഴ്സ്, ഇരുവഴി സംഖ്യകൾ. മറ്റേ ഗൂഗിൾ എന്നുള്ള പേര് തന്നെയുള്ളൂ. മലയാളത്തിലെ പേര് ഒന്നും ഇല്ല. സമമിത സംഖ്യകൾ ഒക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞതിൽ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഇത് മാത്സിന്റെ ക്ലാസ് ആണോ ഹിസ്റ്ററിയുടെ ക്ലാസ് ആണോ എന്ന് തോന്നുന്നുണ്ടോ? തിയറി പറഞ്ഞിട്ടില്ലേ? ഒക്കെ മാത്സ് തന്നെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഇതിൽ ഇതുപോലത്തെ കുറെ സാധനങ്ങളുണ്ട്. ഓക്കെ, റൈറ്റ്, ശരി. ഇനി ഇതൊക്കെ എന്നെ ക്ലാസ്സിൽ മുമ്പ് കേട്ടിരുന്ന ആളുകൾക്കൊക്കെ അറിയുണ്ടാവും. ഇതൊക്കെ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. എന്നാലും ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ള, ഇപ്പോഴും പുതുമയുള്ള, പഴയ ചോദ്യമാണെന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും ഇപ്പോഴും പുതുമയുള്ള, കഴിഞ്ഞ ഖാദി ബോർഡ് LDയുടെ എക്സാമിന് വരെ ചോദിച്ച ചോദ്യമാണ്. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എത്രയാ വരിക? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക. ഓൾറെഡി പഠിച്ച ആളുകൾക്കൊക്കെ ഇത് അറിയുണ്ടാവും. അറിയാത്ത ആളുകൾ പേടിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യാന്നുള്ളത്. പോള് വേണോ? പോള് വേണ്ട. പോള് വേണേ ചെയ്യാട്ടോ. പോള് വേണേ. ഭാഗ്യശ്രീ എന്തോ പറയുന്നുണ്ടല്ലോ.
എന്താ പറയാനുള്ള? 50-50 എന്ന് പറയാൻ വന്നതാണോ? ആ പോളാണോ എന്ന് ചോദിച്ചതാണ് അല്ലേ? ഓക്കെ, വേണ്ട. പോള് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പോള് ചെയ്യാൻ കുറേ സമയം പോകുമല്ലോ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വാദം വരാതെ പറയുന്നല്ലേ നമുക്ക് നല്ലത് അല്ലേ? പോളും ചെയ്യാം നമുക്ക്. ക്വസ്റ്റ്യൻസ് എക്സാം ഒക്കെ നടത്തുമ്പോൾ പോളും ചെയ്യാം. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ പോൾ ചെയ്യാം. ഒരേപോലത്തെ ടൈപ്പ് കൈ തട്ടിയതാണ് അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പൊ നോക്കൂ, 100 സംഖ്യകൾ, 100 ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുലയൊക്കെ പഠിക്കും. n × n+1/2. ഇതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n × n+1/2. ഇവിടെ n എന്ന് പറഞ്ഞാൽ 100 ആണ്. 100 × 100+1/2 അല്ലെ? ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് ഇവിടെ 50 എന്ന് കിട്ടും. 50 × 101. അപ്പൊ ഇതിനെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 50-50, 50-50 ആണ് കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുക. അപ്പൊ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ അത് n × n+1/2 ആണ്. n × n+1/2. ഓർത്ത് വെച്ചോളൂ, കുറെ ഫോർമുലയൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ആദ്യത്തെ എന്ന് തുടങ്ങി 100, 100ന്റെ 10ന്റെ 100ന്റെ 1000 അങ്ങനെയൊക്കെയാണ് അവസാനത്തെ സംഖ്യ എന്ന് വിചാരിക്കും. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 10,000 എണ്ണൽ സംഖ്യകളുടെ തുക. ഇതൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഇക്വേഷൻ എടുത്തൊന്നും പോകണ്ട. ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഇക്വേഷൻ എടുത്തൊന്നും പോകണ്ട. എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യയുടെ പകുതി എത്രയും നോക്കാം. അവസാനത്തെ സംഖ്യയുടെ പകുതി, 10ന്റെ പകുതി 5, ഒരു 5ഉം കൂടെ കൊടുത്തോളൂ, 55. ആദ്യത്തെ 10 എണ്ണൽ സംഖ്യകളുടെ തുക 55. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക, 100ന്റെ പകുതി എത്രയാടോ? 50. ഒരു 50ഉം കൂടെ എഴുതിക്കോളൂ, 50-50 അല്ലെ? അപ്പൊ നമ്മൾ എഴുതിയതാ 50-50. ഇനി ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക, ആദ്യത്തെ 1000 എണ്ണൽ സംഖ്യകളുടെ തുക നിങ്ങൾ കമന്റ് ചെയ്തേ. ഇങ്ങനെയാണെങ്കിൽ 1000ന്റെ പകുതി വീണ്ടും ആ നമ്പർ തന്നെ അല്ലെ? എത്ര വരും? 1000 എണ്ണൽ സംഖ്യകളുടെ തുക 500 അല്ലെ? 500. 10,000 എണ്ണൽ സംഖ്യകളുടെ തുക, 10,000 എണ്ണൽ സംഖ്യകളുടെ തുക 5,000 അല്ലെ? യെസ്, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഫോർമുല ഉപയോഗിച്ചാലും ഇത് തന്നെ കിട്ടൂട്ടോ. ഈ ആദ്യത്തെ 100, 10, 1000 ഇതൊക്കെ വരണേ, അത് വേറെ നമ്പർ ഒന്നും എടുത്തിട്ട് നിങ്ങൾ പകുതി 8, ആദ്യത്തെ 8 എണ്ണൽ സംഖ്യകളുടെ തുക, 8ന്റെ പകുതി 4, 4, 4, 44 അങ്ങനെ ഒന്നും എഴുതരുത്. 10, 100, 1000 അതൊക്കെ വരണം, എന്നാലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. 1000 പകുതി 500, പിന്നെ ഒരു 500 കൂടെ എഴുതാം. 10,000 പകുതി 5,000, പിന്നെ ഒരു 5,000 എഴുതാം. ഓക്കെ, ഇതാണ് ആദ്യത്തെ അല്ലെ? ആദ്യത്തെ 10, 100, 1000, 10,000 ഇതൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം. ആദ്യത്തെ 100, 10, 1000 ഒന്നും അല്ലാതെ വേറെ ഒരു സംഖ്യ വന്നാൽ ഇങ്ങനെ ചെയ്യരുത്. അതിനാണ് നമ്മൾ മുകളിൽ ഒരു ഫോർമുല എഴുതി വെച്ചിട്ടുള്ളത്. n × n+1/2. n × n+1/2. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലെ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക എന്തോരും? ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കമന്റ് ചെയ്തോളൂ. ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക 210 അല്ലെ? 210. ഫോർമുലയും നമുക്കറിയാം, 20 × 21/2 അല്ലെ? കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ 10 എന്ന് വരും. 21 × 10 210. 21 × 10 210. യൂസ് ചെയ്യുന്ന ഫോർമുല n × n+1/2. n × n+1/2. മറക്കാതെ പഠിച്ചു വെച്ചോളൂ. എണ്ണൽ സംഖ്യകൾ ആദ്യത്തെ എന്ന് പ്രത്യേകം പറയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ വേറെ വഴികളൊക്കെ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ 210 ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. മൂന്നാമത്തെ ചോദ്യം പറയുന്നതിന് മുമ്പ് നമുക്ക് ആ ഫോർമുലകളൊക്കെ ഒന്ന് എഴുതി വെക്കാം. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിൽ വരുന്ന ഫോർമുല. ഏതിനാടോ? അതിന് ട്രിക്കൊന്നുമില്ല. അതിന് ഈ കാണുന്ന ട്രിക്ക് തന്നെയുള്ളൂ. ഓക്കെ, അതിന് ഈ ട്രിക്ക് തന്നെയുള്ളൂ. ഏത്? n × n+1/2 എന്ന് പറഞ്ഞ ട്രിക്ക് തന്നെയുള്ളൂ. ഓക്കെ, എല്ലാം എളുപ്പമായി കഴിഞ്ഞാലേ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നും അല്ലെ? എല്ലാം ഭയങ്കര എളുപ്പമായി കഴിഞ്ഞാൽ നമ്മളോട് തന്നെ നമുക്കൊരു പുച്ഛം തോന്നും, അയ്യേ എന്നൊക്കെ തോന്നും നമുക്ക്. അതുകൊണ്ട് ചിലതിനൊക്കെ എളുപ്പ വഴികളും ചിലതിനൊക്കെ കുറച്ച് പ്രയാസമുള്ള, ഇതൊക്കെ പ്രയാസമൊന്നും പറയാൻ പറ്റില്ല അല്ലെ? ഇതൊക്കെ എളുപ്പം തന്നെയാണ്.
അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ, എന്ത് എളുപ്പത്തിൽ കിട്ടിയാൽ അല്ലേ. ഓക്കെ, അതെ. നോക്കൂ, ഈ ഫോമിലൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫോമിൽ തന്നെ ആയിരിക്കും. ഒന്ന് എഴുതി വെച്ചോളൂ. എന്നാലും അറിയാത്ത ആളുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അറിയാവുന്ന ആളുകൾ എഴുതണമെന്നില്ല കേട്ടോ. എന്താണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോമുലയാണ് n × n+1/2. ഇപ്പൊ നമ്മൾ പറഞ്ഞതാ. പിന്നെ ആദ്യത്തെ n ഇരട്ട സംഖ്യകളാണെങ്കിൽ അതിന്റെ തുക കണ്ടുപിടിക്കാൻ n × n+1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളാണെങ്കിൽ n × n, അതായത് n² ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളാണെങ്കിൽ n² ആണ് ഉപയോഗിക്കുക. ഇത് ഓർത്തു വയ്ക്കുക. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളാണെങ്കിൽ n × n+1/2. അതിൽ 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇരട്ട സംഖ്യകൾ കിട്ടും. 2 കട്ട് ചെയ്ത് കളയുന്ന ഇരട്ട സംഖ്യകൾ അല്ലെ. 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഈവൻ നമ്പേഴ്സിന്റെ തുക കിട്ടും, n × n+1. അതിലെ ഒന്നും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ n² കിട്ടും, അത് ഓഡ് നമ്പേഴ്സിന്റെ തുകയാണ്. n × n+1/2 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2 കട്ട് ചെയ്താൽ 2 ആണ് കട്ട് ചെയ്യുന്നത്, ഇരട്ട സംഖ്യ അല്ലെ. 2 കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇരട്ട സംഖ്യകളുടെ തുക കിട്ടും, n × n+1. ഇനി ആ ഒന്നും കൂടെ കട്ട് ചെയ്താൽ n × n² എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പേഴ്സിന്റെ ഒറ്റ സംഖ്യകളുടെ തുകയും കിട്ടും. ഓർത്ത് വെച്ചാൽ മതി, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. n × n+1/2, n × n+1, n². ഓക്കെ. ഇനി അടുത്ത രണ്ടെണ്ണവും നിങ്ങൾ നോക്കി വെച്ചോളൂ, അതും ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തെ n വർഗസംഖ്യകളുടെ തുക. വർഗസംഖ്യകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്ക്വയർ നമ്പേഴ്സ് ആണ് അല്ലെ. 1ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ പ്ലസ് 3ന്റെ സ്ക്വയർ പ്ലസ് എക്സെട്ര n-ന്റെ സ്ക്വയർ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. n × n+1 × 2n+1/6. n × n+1 × 2n+1/6. ആദ്യത്തെ n വർഗസംഖ്യകളുടെ തുകയാണ്. ഇനി ആദ്യത്തെ n ഘനസംഖ്യകളുടെ തുക. ഘനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് നമ്പേഴ്സ് അല്ലെ. ക്യൂബ് നമ്പേഴ്സ് 1³ + 2³ + എക്സെട്ര + n³. 1³ + 2³ + 3³ + n-ന്റെ ക്യൂബ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് n × n+1/2 the whole square. n × n+1/2 the whole square. അതായത് സമ്മ് n × n+1/2 ആണ്, അതിന്റെ കൂടെ ഒരു സ്ക്വയർ കൊടുത്താൽ മതി. അപ്പൊ ആദ്യത്തെ n ഘനസംഖ്യകൾ. ഘനസംഖ്യകൾ എന്ന് പറഞ്ഞാൽ ക്യൂബ് നമ്പേഴ്സ്. ക്യൂബ് നമ്പേഴ്സ്. ഇത് വർഗസംഖ്യകള് സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സ്. സ്ക്വയർ നമ്പേഴ്സിന്റെയും ക്യൂബ് നമ്പേഴ്സിന്റെയും തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പഠിച്ചോളൂ. n × n+1/2 the whole square ആണ് ഘന നമ്പേഴ്സ്, ഘനസംഖ്യകളുടെ തുക അല്ലെ. ഇനി വർഗസംഖ്യകളുടെ തുക n × n+1 × 2n+1/6 ആണ്. ഓർത്ത് വെച്ചോളൂ. എളുപ്പമാണല്ലോ, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച്, ഈ ഒരു ഫോർമുല ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകണം. നോക്കുക. അപ്പൊ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. 3, 4, 5, 6 ഈ ടൈപ്പാണ്. നോക്കുക. ഇത് ഞാൻ പോളിട്ടോട്ടെ, നിങ്ങൾ ചെയ്യുമല്ലോ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. പോളിടാം. നിങ്ങൾ പോള് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും കിട്ടും. 1 മിനിറ്റാണ് സമയം ഇട്ടിട്ടുള്ളത് കേട്ടോ. അത്രയൊന്നും വേണ്ട, എന്നാലും പോള് ചെയ്തോളൂ. ആദ്യത്തെ 50 എണ്ണൽ സംഖ്യകളുടെ തുക. എല്ലാവരും പോൾ ചെയ്യണേ. 50 എണ്ണൽ സംഖ്യകളാണ്. 50 × 51/2 അല്ലെ. 50 × 51/2. എന്ത് ചെയ്യാം? സിംപ്ലിഫൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ, അല്ലെങ്കിൽ കട്ട് ചെയ്തോളെ. ഇവിടെ 25 × 51 1275 എന്ന് വരും ഗുണിച്ചാൽ അല്ലെ. 1275 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? 1275 നമുക്ക് ആൻസർ കിട്ടും. അടുത്തത് മൂന്നാമത്തെ ചോദ്യം നോക്കൂ. ഇത് 3 ആയിരുന്നില്ലേ ശരിക്കും? ഇത് 3 ആയിരുന്നേ. ഇത് 4ാമത്തെ ചോദ്യം. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ ചോദിച്ചതിന്റെ നേരെ റിവേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാം കൂടെ ഡയറക്റ്റ് സോൾവ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഓപ്ഷൻസിൽ നിന്ന് നോക്കി എഴുതുകയും ചെയ്യാട്ടോ. കുറച്ചൊക്കെ സോൾവ് ചെയ്തിട്ട് പിന്നെ ഓപ്ഷൻസ് നോക്കി
എഴുതാം. എങ്ങനെ കിട്ടും? ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്നാ ചോദിച്ചത്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്ന് വിചാരിക്കാം. ഇങ്ങനെയല്ലേ എഴുതാ? n × n+1/2 സമം 105. ഈ രണ്ടിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്തോളൂ. n × n+1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? 105 × 2 എന്ന് കിട്ടും. 105 × 2 210 അല്ലെ? 210. n × n+1 210. എന്നും അതിന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയും എന്നും എന്നിന്റെ തൊട്ടടുത്ത എണ്ണൽ സംഖ്യയോടെ കൂട്ടിയാൽ എത്രയാ കിട്ടുന്നത്? 210. ഗുണിച്ചാൽ എത്രയാ കിട്ടുന്നത്? 210 കിട്ടുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഓപ്ഷൻ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പോരെ. എന്നിന് 14 കൊടുത്ത് നോക്കൂ. 14 × 15 14 × 15 എന്ത് വരും? 210 വരും അല്ലെ? 14 × 15 ആദ്യത്തെ ആൻസർ തന്നെ കിട്ടും. ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ 14 × 14 ആണ് n കൊടുക്കുന്നെങ്കിൽ 15 ആയിരിക്കും n+1 അല്ലെ? 14 × 15 എത്രയാ? 20. പിന്നെ 5, ഇവിടെ 4, ഇവിടെ 1 അല്ലെ? 0 5 സോറി എന്തോടെ കുഴപ്പം 2 ഉണ്ടായിരുന്നു അല്ലെ? ബാക്കി 7 ഉണ്ടാവും. യെസ്, 1 2 210. സിമ്പിൾ അല്ലേ? 70 14. ഓക്കെ അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഓപ്ഷൻസിൽ എടുത്ത് വാല്യൂ നോക്കിയിട്ട് അത് 14 × 15/2 105 കിട്ടുന്നുണ്ടോ നോക്കുക. 15 × 16/2 105 കിട്ടുന്നുണ്ടോ നോക്കുക. 13 × 14/2 105 കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ ഫോമിൽ ഒന്നും എഴുതണ്ട, അങ്ങനെ ക്രോസ് ചെയ്യണ്ട, 210 എഴുതണ്ട. ഡയറക്റ്റ് ആയിട്ട് തന്നെ 14 × 15/2 205 ആണോ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ ആൻസർ കിട്ടും. 4ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യം നോക്കൂ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു കേട്ടോ. 5ാമത്തെ ചോദ്യം നോക്കൂ. ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക. ഓൾഡാമേ, ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എത്രയാണ്? ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക. അപ്പോ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക n × n+1 അല്ലേ? എങ്ങനെ എഴുതും നമ്മള്? 100 × 101 എന്ന് എഴുതും. 101ന്റെ റൈറ്റ് സൈഡിൽ 2 0 കൂടെ കൊടുത്താൽ മതി. ആൻസർ ഓപ്ഷൻ സി ആയി അല്ലെ? ആൻസർ ഓപ്ഷൻ സി ആയി. സിമ്പിൾ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ചോദ്യം കൂടെ നോക്കൂ. 6ാമത്തെ ചോദ്യം. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 10 ഇരട്ട സംഖ്യകളുടെ തുക. പെട്ടെന്ന് പോളിടാം. വളരെ ചെറിയ ഒരു സമയം മാത്രം ചെയ്തോളൂ. പെട്ടെന്ന് കിട്ടും അല്ലെ? സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്തൊക്കെ? വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. യെസ്, കിട്ടിയല്ലോ. എങ്ങനെ കിട്ടും? 10 × 11 എത്ര വരിക? 110 അല്ലെ? 10 × 11 110 എന്ന് നമുക്ക് ആൻസർ എഴുതാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കേ. 7ാമത്തെ ചോദ്യം. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ തുക. 24 ഇരട്ട സംഖ്യകളുടെ തുക. ആദ്യത്തെ 24 ഇരട്ട സംഖ്യകളുടെ തുക എത്ര വരും? പോളിടാലോ. യെസ്, കിട്ടും അല്ലെ? എല്ലാവർക്കും കിട്ടും, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുപോലെ പതുക്കെ പതുക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നെക്സ്റ്റ് നമുക്ക് ക്ലാസ് വരുന്നത് എന്നാണോ? അടുത്ത ബുധനാഴ്ച കേട്ടോ. അപ്പൊ അതിന് മുമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ വെച്ച് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു വൈകിട്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. 24 × 25 ആണ് വരിക. 600 കിട്ടും അല്ലെ? 600 ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതിൽ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? നമ്മൾ പറഞ്ഞതിൽ സംശയങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ക്ലാസിന്റെ ഒരു മോഡ് ഫോർമാറ്റ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ പറയാം. ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരണം, ഇപ്പോഴേക്ക് മനസ്സിലാവുള്ളൂ എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാട്ടോ. എന്ത് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും സ്വീകരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസ് പറയാം. ക്ലാസ്സിൽ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. നേരിട്ട് വേണമെങ്കിൽ മെസ്സേജ് അയക്കാം. എപ്പോഴും വിളിച്ചാൽ ഞാൻ എടുക്കണം എന്നില്ല, ക്ലാസ്സിലായിരിക്കും മിക്കവാറും. അപ്പോൾ അതുകൊണ്ട് വോയിസ് മെസ്സേജ് അയച്ചോളൂ. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ, ഞാനതിന് കൃത്യമായിട്ടുള്ള മറുപടി തരാം. ഡൗട്ട് ചോദിക്കുമ്പോൾ ഡൗട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കേൾക്കാമല്ലോ. ഇതുപോലെ മതി അല്ലേ? ഓക്കെ, റൈറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് ഗ്രൂപ്പിലിടും വൈകിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ആകെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അല്ലേ? നമ്പേഴ്സിന്റെ തുക മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിലിടും, ചെയ്ത് നോക്കുക. ഓക്കെ,
അപ്പോൾ ഇതുപോലെ നമ്മൾ യൂട്യൂബിലും അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അടുത്ത ക്ലാസ് ഇനി ബുധനാഴ്ച. അങ്ങനെ 2 ദിവസം പോരെ ക്ലാസ്? കൂടുതൽ ക്ലാസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക്, ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, കുറേ പേരും കൂടെ ഒക്കെ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ കുറച്ച് പേരൊക്കെ ജോയിൻ ചെയ്യട്ടെ. അതുവരെ നമുക്കിങ്ങനെ 2 ദിവസം ക്ലാസ് വെച്ച് പോകാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ക്ലാസ്സിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അല്ലാതെ ഇന്ന് 2 ദിവസം ക്ലാസ് കഴിഞ്ഞ് വേറെ 2 ദിവസം ക്ലാസ്, അങ്ങനെയല്ല. ഞാനത് കൃത്യമായിട്ട് പതിയെ കൂട്ടാം, പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, എന്ത് ചെയ്യണം, നിങ്ങൾക്ക് എന്ത് തരണം, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് തരണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്ത് പഠിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, വേറെ മാത്സിന് ഇനി വേറെ എവിടെയും പോയി നിങ്ങൾ പഠിക്കേണ്ടി വരില്ല, അത് 100% ഉറപ്പ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു, ബൈ ബൈ.